നമുക്ക് വയനാട്ടിലേക്കൊന്ന് പോകണം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി നിർമ്മിച്ച ടൗൺഷിപ്പിലെ വീടുകളിൽ ഇപ്പോൾ കിഫ്കോണിന്റെ സുരക്ഷാ പരിശോധന. ആദ്യഘട്ടത്തിൽ നിർമ്മിച്ച 178 വീടുകളിൽ 102 വീടുകളിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും കിഫ്കോൺ അധികൃതരുമാണ് പരിശോധന നടത്തുന്നത്. 3 ഘട്ടങ്ങളിലായിട്ടായിരിക്കും പരിശോധന. ആ പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും വീടുകൾ ഉടമസ്ഥർക്ക് കൈമാറുക. ദീപക് മോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദീപക് മോഹൻ, കിഫ്കോണും ഊരാളുങ്കലിന്റെ എഞ്ചിനീയർമാരും ഒക്കെ ഈ സുരക്ഷാ പരിശോധനയുടെ ഭാഗമായി വീടുകൾ പരിശോധിച്ചു തുടങ്ങിയോ? അരുൺകുമാർ, ഏറ്റവും സമഗ്രമായ ഒരു പരിശോധന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അധികൃതരും ഒപ്പം കിഫ്കോൺ അധികൃതരും ചേർന്ന് സംയുക്തമായാണ് ഇപ്പോൾ ഇവിടെ പരിശോധന നടത്തുന്നത്. 3 ഘട്ടങ്ങളിലായി പരിശോധന നടത്തുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. അതിന്റെ ആദ്യഘട്ടത്തിൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ അധികൃതരും അതോടൊപ്പം 2ാം ഘട്ടത്തിൽ കിഫ്കോൺ അധികൃതരും 3ാം ഘട്ടത്തിൽ ഏറ്റവും ഒടുവിലായി വീട് കൈമാറുന്നതിന് മുൻപായി ഈ ഉപഭോക്താക്കളെയും ചേർത്തതിന് ശേഷം ഈ കിഫ്കോണും ഊരാളുങ്കലും ഉപഭോക്താക്കളും അടക്കം സംയുക്തമായ രീതിയിൽ 3ാം ഘട്ട പരിശോധന നടത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ വീടുകളിലൊക്കെ തന്നെ നേരത്തെ 1ാം ഘട്ടത്തിൽ പൂർത്തിയാക്കിയ 178 വീടുകളിൽ 102 വീടുകളിലാണ് സമഗ്രമായ പരിശോധന നടക്കുന്നത്. വീടുകളുടെ ഗുണമേന്മ ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിർമ്മാണത്തിൽ അപാകതകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് വരെ കൃത്യമായി പരിശോധന നടത്തുന്നുണ്ട്. ഇവിടെ നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഘടനാപരമായ സുരക്ഷ, അതായത് സ്ട്രക്ചറൽ സേഫ്റ്റി, അതോടൊപ്പം ലീക്ക്, വാട്ടർ പ്രൂഫ് ചെക്കിംഗ്, പ്ലംബിംഗ്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ സേഫ്റ്റി, ഫിനിഷിംഗ് ക്വാളിറ്റി, ഡ്രെയിനേജ്, ഈ ഇത്തരത്തിലുള്ള എല്ലാ പരിശോധനയും വിശദമായി തന്നെ ഇവിടെ നടത്തുന്നുണ്ട്. ഇതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ സമീപത്തെ വീടുകളിലൊക്കെ തന്നെ ഊരാളുകളുടെയും ഒപ്പം കിഫ്കോണിന്റെയും അധികൃതർ വിശദമായ പരിശോധന നടത്തുന്നുണ്ട്. അതിൽ പ്രധാനമായും ഈ ഘടനാപരമായ സുരക്ഷ എന്ന് പറയുന്നത് തൂണുകൾ, അതുപോലെ തന്നെ ബീമുകൾ, സ്ലാബുകൾ എന്നിവയിൽ വിള്ളലുകൾ ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും പരിശോധന നടത്തുന്നത്. നേരത്തെ ഷ്രിങ്കേജ് ക്രാക്ക് പോലെയുള്ള വിള്ളലുകൾ ഉണ്ടോ എന്നുള്ളതും പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ ലീക്ക് വാട്ടർ പ്രൂഫിംഗ് പരിശോധന എന്ന് പറയുന്നത് മേൽക്കൂര, ടെറസ്, ബാത്റൂം, അതുപോലെ തന്നെ മതിലുകൾ എന്നിവയിൽ ചോർച്ചയുണ്ടോ, വാട്ടർ പ്രൂഫിംഗ് ശരിയായ രീതിയിൽ ചെയ്തിട്ടുണ്ടോ, ആവശ്യമായുള്ള സ്ഥലത്ത് ഈ ഗ്രൗട്ടിംഗ്, അതുപോലെ തന്നെ സീലിംഗ് എന്നിവയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ള പരിശോധനയാണ്. അത്തരത്തിലുള്ള പരിശോധന വിശദമായി തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. അരുൺ. ഓക്കെ, താങ്ക് യു. ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത്. 3 ഘട്ടമായിട്ടായിരിക്കും പരിശോധന. ആദ്യം ഊരാളുങ്കലിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പരിശോധന. ആ പരിശോധന കഴിഞ്ഞു. ഈ 102 വീടുകളിൽ അതിനുശേഷം കിഫ്കോൺ ഏജൻസി ഉപയോഗിച്ചുകൊണ്ട് സാങ്കേതിക വൈദഗ്ധ്യമുള്ള ഈ ഏജൻസിയാണ് 2ാമത് ഊരാളുങ്കലുമായിട്ട് ചേർന്ന് പരിശോധന നടത്തുക. 3ാമത് ഈ ഉടമസ്ഥാവകാശമുള്ളവർക്ക് ആ വീടുകളിൽ അവരുടെ സാന്നിധ്യത്തിൽ ഊരാളുങ്കൽ നടത്തുന്ന 3ാമത്തെ പരിശോധന. ആ പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയ ശേഷം മാത്രമാണ് കുറ്റമറ്റ രീതിയിൽ വീട് ഉടമസ്ഥർക്ക് കൈമാറ്റം ചെയ്യുക.